നാഡീകോശങ്ങളും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നാഡീകോശങ്ങളും അവയുടെ ഭാഗങ്ങളും. അപ്പോൾ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ദെൻ കോശരീരമുണ്ട്, ആക്സോണ്, അത് കഴിഞ്ഞാൽ ആക്സോണൈറ്റ്, അത് കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം തൊട്ടടുത്ത ന്യൂറോണുകളിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡ്രൈറ്റ്? അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നത്, ഒരു ന്യൂറോണിൽ നിന്ന് സന്ദേശം എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന ഭാഗമാണ് ഏത്, ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെൻഡ്രോണിനെ കുറിച്ചുള്ള പോയിന്റ് അറിയില്ല, മറന്നുപോയി. എന്താണ് ഈ ഡെൻഡ്രോൺ, നിങ്ങളിങ്ങനെ ആലോചിക്കണം. അപ്പം തന്നെ നമുക്ക് ആലോചിച്ച് വെക്കേണ്ടതാണ്. ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവയവങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണിത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ആവയവങ്ങളെ സ്വീകരിച്ചിരുന്നത് ചെറിയൊരു തന്തുവാണ് എന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചിത്രം ഇത് ഞാൻ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആ ചിത്രത്തിലൊന്ന് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്, നീളം കുറഞ്ഞിട്ടുള്ള ഒരു തന്തുവാണ് എന്ന് പറയുന്നത് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡെൻഡ്രൈറ്റുമായി ബന്ധപ്പെട്ട് എന്താ, ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവയവങ്ങളെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എങ്ങോട്ടേക്കാണ് സ്വീകരിക്കുന്നത്, ഈ ഡെൻഡ്രോണിലേക്ക്. ഡെൻഡ്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, കോശ ശരീരത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്സോൺ ആണ് അല്ലേ. കോശശരീരത്തിൽ നീളം കൂടിയിട്ടുള്ള, നമ്മൾ ആ ചിത്രം വരച്ചിങ്ങനെ നീളത്തിൽ കാണുന്ന നീളം കൂടിയിട്ടുള്ള ഒരു തന്തുവാണ് എന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ഈ ആക്സോണിന് ചുറ്റും ആക്സോണിന് ഇങ്ങനെ വലയം ചെയ്തിട്ട് എന്തിനെ കാണാൻ സാധിക്കും, ഷ്വാൻ കോശങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവയവങ്ങൾ എവിടെ എത്തി, ഡെൻഡ്രോണിലെത്തി. ഡെൻഡ്രോണിൽ നിന്ന് അതായത് കോശശരീരത്തിനുള്ളിലേക്ക് എത്തിച്ചു. ദെൻ നീളം കൂടിയ തന്തുവായിട്ടുള്ള ആക്സോൺ. അപ്പോൾ അതൊരു പോയിന്റാണ്. കോശശരീരത്തിൽ ഏറ്റവും കൂടുതൽ അതായത് നീളം കൂടിയിട്ടുള്ള ഒരു തന്തുവാണ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന, കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന തന്തുവാണ് എന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്, ആക്സോൺ പറഞ്ഞു, ദെൻ ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്, ആക്സോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ആക്സോൺ ഇങ്ങനെ നീണ്ടുപോയി അതിൻ്റെ ശാഖയാണ് ഏതെന്ന് പറയുന്നത് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ചിത്രം നിങ്ങൾ നോക്കുക. ഇനി അതിൽ ഈ ആവേഗങ്ങളെ, ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഈ സിനാപ്റ്റിക് നോബ്. സ്വാഭാവികമായിട്ടും ആക്സോണൈറ്റ് കഴിഞ്ഞാൽ ഈ ആവേഗങ്ങൾ എവിടേക്ക് എത്തിക്കണം, സിനാപ്റ്റിക് നോബിൽ എത്തിക്കണം. അപ്പോൾ ആക്സോണൈറ്റുകളാണ് ആവേഗങ്ങൾ എവിടെ എത്തിക്കുന്നത്, സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത്. സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് സിനാപ്റ്റിക് നോബിൽ എന്ത് സ്രവിക്കുന്നത്, നാഡീയ പ്രേക്ഷം സ്രവിക്കുന്നുണ്ട്. എന്താണ് നാഡീയ പ്രേക്ഷം എന്ത് ചെയ്യുന്നു, സിനാപ്റ്റിക് നോബിൽ നിന്ന് സ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആ ചിത്രം ചോദിക്കും. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബുകൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, നാഡീയ പ്രേക്ഷം സ്രവിക്കപ്പെടുന്ന ഭാഗം ഏതാണ്, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഓർഡറിൽ പഠിച്ചു വെച്ചിട്ട് പോവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് മൈലിൻ ഷീത്ത്, അതുപോലെ തന്നെ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ശ്വാൻ കോശങ്ങൾ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ശ്വാൻ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്സോണുകളെ വലയം ചെയ്തിട്ട് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കിങ്ങനെ, മൈലിൻ ഷീത്തുകൾ എങ്ങനെയാണ് രൂപീകരണം ചെയ്തിരിക്കുന്നത്, മൈലിൻ ഷീത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം നാഡീകലയുടെ ഭാഗമായിട്ടുള്ള ശ്വാൻ കോശങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ആക്സോണിനെ ഇങ്ങനെ ആവർത്തിച്ച് എന്ത് ചെയ്യുകയാണ്, അതിനിങ്ങനെ പൊതിയുകയാണ്, അതിനെ വലയം ചെയ്യുകയാണ്. അങ്ങനെ വലയം ചെയ്തിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്, മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ശ്വാൻ കോശങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആക്സോണിനെ വലയം ചെയ്തിട്ട് എന്ത് കാണാം, ശ്വാൻ കോശങ്ങൾ കാണാം. അപ്പോൾ അത് ആക്സോണിനെ എന്ത് ചെയ്യണം, ആവർത്തിച്ച് ആക്സോണിനെ വലയം ചെയ്യുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മൈലിൻ ഷീത്ത് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്.
ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നത് വൈറ്റ് മാറ്ററും അതുപോലെ തന്നെ ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്റർ എന്താണ്, അതുപോലെ തന്നെ ഗ്രേ മാറ്റർ എന്താണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ തന്നെ സുഷുമ്നയിലും ഒക്കെ മൈലിൻ ഷീത്ത്, അതായത് നാഡീകോശത്തിൽ മൈലിൻ ഷീത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിന് എന്ത് പറയുന്നു, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. എന്താണ്, അതായത് കൂടുതലായിട്ട് മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന മസ്തിഷ്കത്തിലാണെങ്കിലും അതുപോലെ തന്നെ സുഷുമ്നയിലൊക്കെ കൂടുതലായിട്ടും എന്ത് കാണുന്നത്, ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളിൽ മൈലിൻ ഷീത്ത് കാണാത്ത ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മൈലിൻ ഷീത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. മൈലിൻ ഷീത്ത് കാണാത്ത, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. മൈലിൻ ഷീറ്റ് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ മൈലിൻ ഷീറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അതായത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ശ്വാൻകോശങ്ങളെ കവർ ചെയ്തിട്ടാണ് എന്ത്, ശ്വാൻകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സോണിനെ വലയം ചെയ്യുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് ഇതിന് ചുറ്റും വരുന്നതാണ് ഇത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്സോണുമായിട്ട് എന്തോ ബന്ധം ഉണ്ടല്ലോ. അപ്പോൾ ആക്സോണുകൾക്ക് എന്ത് ചെയ്യുന്നു, പോഷകഘടകങ്ങളും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, ഒരു വൈദ്യുത ഇൻസുലേറ്ററായിട്ട് എന്ത് ചെയ്യുക, വർത്തിക്കുക. അതുപോലെ തന്നെ ബാഹ്യശതങ്ങളിൽ നിന്നൊക്കെ ആക്സോണിനെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത്. ഇതൊരു ചോദിക്കാനായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം അല്ലെ, ഫങ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ്, ആക്സോണിന് വേണ്ട പോഷകഘടകങ്ങൾ കൊടുക്കുന്നു, ആവേഗങ്ങളുടെ വേഗത എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആക്സോൺ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതായത് പറ്റിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, മൈലിൻ ഷീത്ത് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നാഡീയ പ്രേക്ഷണം. നമുക്കറിയാം സിനാപ്റ്റിക് നോബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നാഡീയ പ്രേക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ആവയവങ്ങളുടെ നാഡീയ പ്രേക്ഷണം. അപ്പോൾ ഇതെങ്ങനെയാണ് നാഡീയ പ്രേക്ഷണം ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഡീകോശങ്ങളും ഭാഗങ്ങളും, വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ചോദിക്കാം. അതുപോലെ തന്നെ ഗ്രാഹി എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഗ്രാഹി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നാഡീയ ആവയവങ്ങളുടെ പ്രേക്ഷണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അധിക പരീക്ഷകൾക്കും ഒരു ചിത്രം, സിനാപ്സിൻ്റെ ഘടന വെച്ചിട്ടൊരു ചിത്രമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണിച്ചിട്ട് ഇത് ഏതൊക്കെ ടൈപ്പ്, രണ്ട് തരത്തിൽ ഏതൊക്കെയാണ് നാഡികൾ, എങ്ങനെ ഏതൊക്കെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പം നാഡീയ പ്രേക്ഷം, സിനാപ്റ്റിക് വിടവ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിത്രം, ഡെൻഡ്രൈറ്റും ഇതൊക്കെ വെച്ചിട്ടൊരു ചിത്രം വെച്ചിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പം സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. അപ്പം ഈ ആവേഗങ്ങൾ എവിടെ എത്തുന്നു, സിനാപ്സിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു, ഈ സിനാപ്റ്റിക് വിടവിലേക്ക് എന്ത് ചെയ്യുന്നു, നാഡീയ പ്രേക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു, ശ്രവിക്കുന്നു. സിനാപ്റ്റിക് നോബിൽ ആ സിനാപ്റ്റിക് രണ്ട് സിനാപ്സുള്ള ആ വിടവിലേക്ക് എന്ത് ശ്രവിക്കുന്നു, നാഡീയ പ്രേക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു, ശ്രവിക്കുന്നു. ഇത് എന്തിനെ ഉത്തേജിപ്പിക്കുകയാണ്, ഡെൻഡ്രൈറ്റുകളെ ഉത്തേജിപ്പിക്കുകയും അവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു വൈദ്യുതാവയവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്തിനെ ഉത്തേജിപ്പിക്കുന്നു, ഡെൻഡ്രൈറ്റുകളെ ഉത്തേജിപ്പിച്ചിട്ട് അവിടെ ഒരു വൈദ്യുത ആവേഗം ഉണ്ടാവുകയും അതെന്ത് ചെയ്യാൻ അടുത്ത ന്യൂറോണിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ ആ സന്ദേശം ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തയിലേക്ക് അങ്ങനെ എന്ത് ചെയ്യുന്ന സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രതികരണം ഉണ്ടാവുന്നത്. ഇതൊക്കെ സഡൻലി നടക്കുന്ന, പെട്ടെന്ന് നടക്കുന്ന ഒരു ആക്ഷനാണ്, അല്ലെങ്കിൽ ആ റെസ്പോൺസും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്നാണ് നടക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ പറയുന്നത് പോലെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സേ അല്ല ഇതെന്ന് പറയുന്നത്, നമ്മളിതിൽ നടക്കുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നാഡീയ പ്രേക്ഷണത്തിൻ്റെ പ്രാധാന്യം ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ക്ലാസ് നിൽക്കുകയാണ്. നാഡീയ പ്രേക്ഷണം എന്തിനു വേണ്ടി, എൻ്റെ പ്രാധാന്യം എന്താണ് നമുക്ക് തന്നെ അറിയാം. എന്താണ്, ഒരു ഉദ്ദീപനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ആവേഗങ്ങൾ അല്ലേ, ആ വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞിട്ട് അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യണം, ഈ നാഡീയ പ്രേക്ഷണങ്ങൾ
സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. എന്നിട്ട് അവയവങ്ങൾ എന്ത് ചെയ്യണം? സുഗമമായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കടന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് നാഡീയ പ്രേക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. അപ്പം നന്നായിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് നന്നായിട്ട് നോക്കുക, ചിത്രങ്ങൾ നോക്കുക, പിന്നെ വരയ്ക്കുന്ന ചിത്രമൊക്കെ നീറ്റായിട്ട് വരച്ച് വെക്കുക. കാരണം നമുക്ക് കാണുന്ന സമയത്ത് അതിന് മാർക്കൊക്കെ ഇടാൻ തോന്നിയെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അപ്പോൾ നമുക്ക് ആ ചിത്രത്തിന് മാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുക, നന്നായിട്ട് വരയ്ക്കുക, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മെയിൻ ഫോക്കസ്ഡ് ഏരിയ ആണ്. ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ.